ഹലോ ഗായ്സ്, ലെസ് പ്ലേൻ്റെ 19ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ഒരു മോബ് ഫാം ഉണ്ടാക്കി നല്ല എഫിഷ്യൻസി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ കാര്യമായിട്ടാണ് ഉണ്ടാക്കിയത് റോക്കറ്റിനൊക്കെ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇപ്പോൾ നമ്മളെ പ്രശ്നം എന്താണ്, പേപ്പർ കഴിഞ്ഞു തുടങ്ങി. ഷുഗർ കെയിൻ നമുക്ക് ഇവിടുന്ന് കുറച്ചേ കിട്ടണുള്ളൂ. അപ്പോൾ നമുക്ക് പേപ്പർ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ഷുഗർ കെയിൻ്റെ ഒരു ഫാം റെഡിയാക്കി എടുക്കണം ആണ് ഇന്നത്തെ എപ്പിസോഡ്. അതിന് തന്നെ നമുക്ക് ഇവിടുന്ന് കുറച്ച് കളക്ട് ചെയ്ത് വെക്കാം, ഫാമൊക്കെ ഉണ്ടാക്കുമ്പോൾ ആവശ്യമായിട്ടുള്ളത്. നമ്മളെ കയ്യിൽ കോഡ്സ് ബ്ലോക്ക് കുറച്ച് കുറവാണ്. അപ്പോൾ എന്തായാലും നെതർ കയറണം. നമുക്ക് കുറച്ചധികം ഒബ്സർവറൊക്കെ ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ നെതർ കയറാം. കോഡ്സ് ബ്ലോക്ക് നമുക്ക് നെതറിന് പെട്ടെന്ന് തന്നെ കിട്ടിക്കോളും. പിന്നെ നമ്മളെ കയ്യിൽ ഫോർട്സും ഉണ്ടായതുകൊണ്ട് അത് പെട്ടെന്ന് കൂടുതൽ കിട്ടും. ഈ ഭാഗത്തൊക്കെ ഉണ്ടാവും, നമുക്ക് കുറച്ചധികം എടുക്കാം. നമ്മളങ്ങനെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഏരിയയൊക്കെ വന്നിങ്ങനെ ഇവിടെ കുറച്ചധികം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കളക്ട് ചെയ്യട്ടെ. നമുക്ക് കുറച്ചധികം വേണം, ഒരു 8 സ്റ്റാക്കോളം നമുക്ക് വേണം. അങ്ങനെ ഏകദേശം ഒരു 3/4 മണിക്കൂറിൻ്റെ ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള കോഡ്സ് ബ്ലോക്ക് കിട്ടിയിരിക്കണേ. ഇനി നമുക്ക് ഇതൊറ്റൊന്ന് വീട്ടിൽ പോവാം. ഇപ്പോൾ നമുക്കൊരു പ്രശ്നം പറ്റി. കോഡ്സ് ബ്ലോക്കൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ളത് കിട്ടി. പക്ഷെ ഇപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ വീട്ടിൽ പോകാനുള്ള വഴി മറന്നുപോയി. അങ്ങനത്തെ ഒരു ചെറിയൊരു പണി കിട്ടി. ഇപ്പോൾ വഴി തപ്പിക്കണ്ട് നിൽക്കുകയാണ്. കുറേ നേരമായി നോക്കണത്, വഴി കിട്ടണില്ല. പിന്നെ ഇവിടെ ഈ നെതർ പോർട്ടലുണ്ട്. ഇതൊന്ന് ഫിനിഷ് ചെയ്തെടുത്താലേ നമുക്ക് വീട്ടിൽ പോകാൻ പറ്റും. അതൊന്ന് നോക്കട്ടെ. ഫസ്റ്റുമായിട്ട് ഫുഡ് കഴിക്കട്ടെ. നമ്മളെ ഹെൽത്ത് നല്ല കുറവാണ്. ഇതിൽ 3 ഒബ്സിഡിയൻ ഉണ്ട്, പിന്നെ കുറച്ച് ഈ ഭാഗത്തുണ്ട്. ഇത് പൊട്ടിച്ചെടുത്താൽ നമുക്ക് കറക്റ്റിന് 10 ബ്ലോക്ക് കിട്ടേണ്ടതാണ്. ഇതൊന്ന് കറക്റ്റിന് വെക്കട്ടെ. 3 ബ്ലോക്ക് ഈ ഭാഗത്ത്. പിന്നെ ഇതൊന്ന് പൊട്ടിച്ചെടുക്കാം. നമുക്ക് അടിയിലൊരു ബ്ലോക്ക് ഉണ്ട്, അത് നമുക്ക് എടുക്കാം. ഒബ്സിഡിയൻ ഒക്കെ പെട്ടെന്ന് പൊട്ടുണ്ട്, നമ്മളെ എഫിഷ്യൻസി 5 ആയതുകൊണ്ട്. ഇപ്പോൾ നമ്മളെ കയ്യിൽ 5 ബ്ലോക്കും കൂടി ഉണ്ട്. ഇത് കറക്റ്റിന് വെക്കണം. ഇനി ഒരു ബ്ലോക്ക് കൂടി വെച്ച് ഇത് കറക്റ്റായി. ഇനി 3 ബ്ലോക്കും കൂടി ഇവിടെ വെക്കണം. അതിന് ആദ്യം നമുക്കൊരു ബ്ലോക്ക് വെച്ചതിന് ശേഷം ഇനി 2 ബ്ലോക്കും കൂടി വെച്ചാൽ മതി. ഇപ്പോൾ കറക്റ്റായി. ഇനി ഇതൊന്ന് ലൈറ്റിങ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മളെ കയ്യിൽ ഒന്നുമില്ല. പക്ഷേ ഈ പെട്ടിക്കകത്തൊരു ഫയർ ചാർജ് ഉണ്ട്, ഇതെടുക്കുക. എന്നിട്ട് ഇത് കറക്റ്റ് വെച്ച് കൊടുത്താൽ നമ്മളെ നെതർ പോർട്ടൽ ഓപ്പൺ ആവും. ഇനി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ഇതിൽ വേറെ ഐറ്റംസ് ഒന്നും എടുക്കാൻ പറ്റില്ല. ഓവർ വേൾഡിൽ നൈറ്റാണ്. നമ്മൾ സാൻഡ് ബയോമിലാണ് വന്ന് സ്പോൺ ചെയ്ത്. ഈ ഏരിയക്ക് ഞാൻ വന്നിട്ടില്ല. ചങ്കൊക്കെ ലോഡാവണുള്ളൂ, നല്ല ലാഗ് ഉണ്ട്. നമുക്ക് എന്തായാലും ഷുഗർ കെയിൻ ആവശ്യമുണ്ട്, ഇതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുക. ഈ ഭാഗത്ത് ഞാൻ വന്നിട്ടില്ല, എന്തായാലും ഉറപ്പാണ്. നല്ല രീതിക്ക് ലാഗ് അടിക്കുന്നുണ്ട്. അവിടെ ഒരു വില്ലേജ് ഉണ്ട്. അപ്പോൾ ആ ഭാഗത്തുനിന്ന് പോയി കണ്ട് നമുക്ക് ഉറങ്ങാൻ പറ്റുമോ നോക്കാം. ഇത് സ്പിയർ പിടിച്ചുകൊണ്ടുള്ള സോംബിയൊക്കെ അവന്മാരൊക്കെ നല്ല ഡാമേജ് കിട്ടും. ഒരു ബേബി സോംബി വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഡയമണ്ട് ആർമർ ആയതുകൊണ്ട് അത്രയ്ക്ക് പേടിക്കാനൊന്നുമില്ല. പിന്നെ ഫുള്ള് എൻചാൻറ്റിങ്ങും കവർ ചെയ്തിടണമല്ലോ. അവന്മാരൊന്നും എങ്ങനെയും തീർക്കണം. വലിയ കുഴപ്പമില്ല, നമുക്ക് അത്ര ഡാമേജ് ഒന്നും കിട്ടണില്ല. അവന്മാരൊന്ന് തീർക്കട്ടെ. കുട്ടി സോംബി ഇവിടുന്നേ പറക്കാം നമുക്ക്, അല്ലെങ്കിൽ ശരിയാവില്ല. ഒന്ന് മേൽക്കൊന്ന് പോയതിൻ്റെ ശേഷം ഒന്ന് നോക്കാം. ആ ഭാഗത്തൊരു വില്ലേജ് ഉണ്ട്, ഇവിടെ ഒരു വില്ലേജ്, അവിടെ ഒരു വില്ലേജ്, പിന്നെ ഒരു ഡെസേർട്ട് ടെമ്പിൾ ഉണ്ട്. അതെന്തായാലും നമുക്കിന്ന് പോയി നോക്കാം. അതിന് ചിലപ്പോൾ നല്ല ഐറ്റംസ് നമുക്ക് കിട്ടും. എന്ന് വെച്ചാൽ ഡയമണ്ട് ഉണ്ടാവും, പിന്നെ ഡ്രിമ്മ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. എന്തായാലും നൈറ്റാണ്, നമുക്ക് ഇന്ന് ഉറങ്ങി വെച്ചിട്ട് വരാം. നമ്മൾ ഈ വില്ലേജൊക്കെ എത്തിക്കണ്, ഇവിടെ നിന്ന് കിടന്നുറങ്ങാം. ഇനി നമുക്ക് ഇതിൽ എന്തൊക്കെ ലൂട്ടുള്ളതെന്ന് പോയി നോക്കാം. അത് നമ്മൾ കറക്റ്റിന് ലാൻഡ് ആവണം. ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഡെസേർട്ട് ടെമ്പിൾക്ക് വരുന്നത്. ഇനി ഒരു സൈഡിൽ ബ്ലോക്ക് മാറ്റണം, നടുക്കത്തെ ഒരിക്കലും മാറ്റരുത്. ഇനി കറക്റ്റിന് ഇറങ്ങണം. ഈ പ്രഷർ പ്ലേറ്റ് ഒന്ന് പൊട്ടിച്ച് മാറ്റാം. ഇനി ഇതിൻ്റെ അടിയത്തെ ഈ TNT ഒക്കെ ഒന്ന് പൊട്ടിച്ച് മാറ്റിയിട്ട് ഒരെണ്ണം മാത്രം വെക്കാം. ഒന്ന് എടുക്കട്ടെ. നമ്മളെ കയ്യിൽ ഫുള്ള് സാധനങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. ഒരു TNT എടുക്കുക. ഇനി ഒന്ന് വെച്ചതിന് ശേഷം ഒന്ന് കത്തിച്ചു കൊടുത്താൽ മതി. ബാക്കിയുള്ള ചെസ്റ്റൊക്കെ പൊട്ടിക്കോളും. നമ്മൾ ഐറ്റംസ് പോകുന്നില്ല, എല്ലാ ഐറ്റംസും ഇവിടെ തന്നെ ഉണ്ടാവും. ഇതിൽ ആവശ്യമുള്ള ഡ്രിമ്മൊക്കെ കിട്ടിക്കണേ. നമുക്കൊരു ഷൾക്കർ ബോക്സിലാക്കി വെക്കാം.
ഇതിൽ വെക്കാം. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇതിൽ നിന്ന് എടുക്കാം. കുറച്ച് സമയമേ ഡയമണ്ടൊന്നും നമുക്ക് കിട്ടിയില്ല. പിന്നെ ഒരു ഓസാമർ കിട്ടിയേക്കണ്, വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഇനി വീട്ടിൽ പോവാം. ഈ ഭാഗത്തു നിന്ന് ഏകദേശം ഒരു 12,000 ബ്ലോക്കിൻ്റെ അപ്പുറത്താണ് നമ്മൾ വീടുള്ളത്. അപ്പോൾ കുറച്ച് നമുക്ക് യാത്ര ചെയ്യാനുള്ളതുണ്ട്. നമ്മളങ്ങനെ നമ്മളെ വീട്ടിലെത്തി. നമുക്ക് ഐറ്റംസ് ക്രാഫ്റ്റ് ചെയ്യാൻ തുടങ്ങാം. നമുക്ക് ഫസ്റ്റ് ടൈം നമുക്ക് കൊടുക്കുന്ന കോഡ്സ് ബ്ലോക്കൊക്കെ ഒന്ന് ഫോർച്യൂൺ ചെയ്തെടുക്കണം. അപ്പോൾ ഫസ്റ്റ് ടൈം ആയിട്ട് നമുക്ക് ഇനി നമ്മളെ ഫോർച്യൂൺ പിക്കാസ് ഒന്ന് എടുക്കണം. ഇത് ഫോർച്യൂൺ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ നമ്മളെ ആർമറും ടൂൾസൊക്കെ ഒന്ന് മെൻഡ് ആയിക്കോളും. ഇതൊക്കെ ബ്രേക്ക് ആവാനായിക്കണേ. ഇത് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ അത് താൻ തന്നെ മെൻഡാവും. ഇതിൽ നിന്ന് തന്നെ നമുക്ക് നല്ല രീതിക്ക് SP കിട്ടും. അങ്ങനെ നമ്മൾ കുറച്ച് നേരമായിട്ട് മൈൻ ചെയ്യുന്നത് കുറച്ചധികം തന്നെ കോഡ്സ് നമുക്ക് കിട്ടി. പിന്നെ നമ്മളെ ആർമറൊക്കെ മെൻഡായി കിട്ടിയിരിക്കണേ. അതുപോലെ തന്നെ നമുക്ക് ടൂൾസ് മെൻഡ് ചെയ്യണം. ടൂൾസ് ഇതുപോലെ നമുക്ക് മെൻഡ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ കൈക്ക് പിടിക്കണില്ലല്ലോ. അപ്പോൾ ഇതുപോലെ മെൻഡായി കിട്ടില്ല. അപ്പോൾ ഇതിങ്ങനെ മേൽക്ക് നമുക്ക് വെച്ച് പോകണം. ഫുള്ള് ബ്ലോക്കും മേൽക്ക് വെച്ച് പോവുക, എന്നിട്ട് ഫുള്ള് മൈൻ ചെയ്ത് വരിക. അപ്പോൾ നമ്മൾ ടൂൾസും അതുപോലെ മെൻഡായിക്കോളും. അതങ്ങനെ നമ്മൾ വെച്ച് തീർത്ത് നമ്മുടെ കയ്യിലുള്ള ബ്ലോക്കൊക്കെ കഴിഞ്ഞ് ഈ നമ്മളെ ശവലെടുത്താണ്ട് നമുക്ക് കൈക്കൊക്കെ പിടിക്കാം. നമ്മൾ എത്ര ഹൈറ്റിലാണ് നിൽക്കുന്നത്. നമ്മളെ അയൺ ഫാമൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. നമ്മളെല്ലാ സംഭവങ്ങളും ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഇതുപോലെ ഇവിടുന്ന് മൈൻ ചെയ്ത് പോയാൽ മതി, പെട്ടെന്ന് തന്നെ മെൻഡായി കിട്ടിക്കോളും. നമ്മളെ ശവല് ബ്രേക്ക് ആവാനായിക്കണേ. അതുപോലെ തന്നെ നമ്മളെ പിക്കാസും സിൽട്ടച്ച് ഏകദേശം പൊട്ടാനായിക്കണേ. അതും ഇതുപോലെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തെടുക്കണം. ഇപ്പോൾ തന്നെ ശവല് കുറച്ച് കൂടി കിട്ടി. ഇത് പെട്ടെന്ന് ആയിക്കോളും. അതങ്ങനെ ഫിനിഷായി. നമ്മളെ പിക്കാസും അതുപോലെ ശവലൊക്കെ മെൻറ്റ് ചെയ്തെടുത്ത് ഫുള്ള് മെൻറ്റ് ചെയ്തിട്ടില്ല, എന്നാലും കുറച്ചധികം മെൻറ്റ് ആയിക്കണേ. പിന്നെ കോഡ്സ് ബ്ലോക്ക് നമുക്ക് ആവശ്യത്തിന് ഏറെ കിട്ടി. ഏകദേശം ഒരു 20 സ്റ്റാക്കോളം നമുക്ക് കിട്ടിയിരിക്കണേ. ഇത് നമുക്ക് ഇനിയും യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് കൊബിൾ സ്റ്റോണിൻ്റെ ആവശ്യമുണ്ട് ഒബ്സർവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം നൈറ്റായി തുടങ്ങി, നമുക്ക് ഉറങ്ങാൻ കിടക്കണില്ല. നമുക്ക് നേരെ പോയി മൈൻ ചെയ്യാം. നമ്മളെ ഷൽക്കർ ബോക്സ് ഇവിടെ വെച്ചതിന് ശേഷം നമുക്ക് ഈ സ്റ്റോൺ മൈൻ ചെയ്യാൻ തുടങ്ങാം. ഫോർച്യൂൺ പിക്കാസായിട്ടാണ് മൈൻ ചെയ്യണേ. നമുക്ക് കൊബിൾ സ്റ്റോൺ ആക്കി കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. ഞാൻ കുറച്ചധികം ഇവിടുന്ന് മൈൻ ചെയ്തെടുക്കട്ടെ. അതങ്ങനെ ഒരുപാട് ടൈമിൻ്റെ ശേഷം നമുക്ക് കിട്ടി ആവശ്യമുള്ളത്. ഏകദേശം ഇത്രയും കൊബിൾ സ്റ്റോൺ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ധാരാളം ഉണ്ട്. നമ്മളെ കയ്യിൽ റെഡ് സ്റ്റോൺ കുറച്ച് കുറവാണ്. ഉള്ളത് വെച്ച് നമുക്ക് ആദ്യം ക്രാഫ്റ്റ് ചെയ്യാം. 20 കിട്ടി. ഇനി ബാക്കി നമുക്ക് കുറച്ചുകൂടി റെഡ് സ്റ്റോൺ ഒപ്പിക്കണം. കുറച്ച് റെഡ് സ്റ്റോണിൻ്റെ കയ്യിലുണ്ടായിരുന്നു, അത് നമുക്ക് ഫോർച്യൂൺ ചെയ്തെടുക്കാം. അത് വെച്ചിട്ട് നമുക്ക് ഒരു സ്റ്റാക്ക് കിട്ടിക്കണേ. ഒരു സ്റ്റാക്കും 12 കിട്ടിക്കണേ. നമുക്ക് ഈ പെട്ടിയിൽ എടുത്ത് വെക്കാം. ഒരു സ്റ്റാക്കും 32 ഉണ്ട്. ഇനി കുറച്ചുകൂടി നമുക്ക് റെഡ് സ്റ്റോൺ ഒപ്പിക്കണം. അപ്പോൾ ഇനി റെഡ് സ്റ്റോൺ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൈനിങ്ങിന് പോവാം. നമുക്ക് കേവിക്ക് ഏതെങ്കിലും പോയി നോക്കാം. കേവിക്ക് നമ്മൾ വന്നിട്ടുള്ളത് വെച്ചാൽ പണ്ട് നമ്മൾ വന്ന് ഡയമണ്ടൊക്കെ മൈൻ ചെയ്ത കേവാണ്. ഇവിടെ കുറച്ച് റെഡ് സ്റ്റോണൊക്കെ ഇരിക്കേണ്ടതാണ്. ഈ ഭാഗത്ത് മൊത്തം ലൈറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ. എന്താ പറയുക ഇറങ്ങി വരുന്നത് നമ്മാരൊന്ന് തീർക്കാം. വാട്ടർ ബക്കറ്റ് എന്തെങ്കിലും കൈക്ക് വെക്കാം. ഈ ഭാഗത്തൊക്കെ റെഡ് സ്റ്റോൺ ഇരിക്കുന്നുണ്ട്, വെമ്മാരൊന്ന് തീർക്കട്ടെ. നമുക്ക് ഈ റെഡ് സ്റ്റോണൊക്കെ എടുത്തുകൊണ്ട് പോവാം. അതങ്ങനെ നമുക്ക് കുറച്ച് റെഡ് സ്റ്റോൺ കിട്ടി. പിന്നെ ഇങ്ങോട്ട് വന്ന് നോക്കിയപ്പോൾ ഇവിടെ ഒരു സ്ലൈം സ്പോൺ ആയിക്കണേ. ഇത് സ്ലൈം ചങ്കാണ് തോന്നുന്നുണ്ട്. കുറച്ച് സ്ലൈം നമുക്ക് കിട്ടി, 11 കിട്ടി. എന്തായാലും നമുക്ക് യൂസ് ആവും. ഇനി കുറച്ചും കൂടി റെഡ് സ്റ്റോൺ കിട്ടും നോക്കട്ടെ. ഈ ഭാഗത്തൊക്കെ ഡയമണ്ട് ഇരിക്കുന്നുണ്ട്, അത് നമുക്ക് എന്തായാലും കൊണ്ടുപോവാം. നമുക്കങ്ങനെ ആവശ്യത്തിനുള്ള റെഡ് സ്റ്റോൺ കിട്ടിയിരിക്കണേ. അതുപോലെ കുറച്ച് ഡയമണ്ടും കിട്ടി. നമുക്ക് വീട്ടിലേക്ക് പോവാം. ഈ കിട്ടിയതൊക്കെ നമുക്ക് ഫോർച്യൂൺ ചെയ്തെടുക്കാം. ഏകദേശം 33ഓളം റെഡ് സ്റ്റോൺ നമുക്ക് കിട്ടി. അതങ്ങനെ 3.5 സ്റ്റാക്കോളം നമുക്ക് റെഡ് സ്റ്റോൺ കിട്ടി. ഇനി ബാക്കിയും കൂടി ഒബ്സർവർ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം. അതങ്ങനെ നമ്മൾ ഏകദേശം 42 ഒബ്സർവർ ക്രാഫ്റ്റ് ചെയ്ത് ഇനി കുറച്ചും കൂടി നമുക്ക് ആവശ്യമുള്ളൂ. ഇത് നമുക്ക് പെട്ടിയിൽ വെക്കാം. നമുക്ക് ഇനി കൊബിൾ സ്റ്റോണിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ, അത് പെട്ടെന്ന് കിട്ടും. അതങ്ങനെ സെറ്റായി. 25 പിന്നെയും കിട്ടി. ഇപ്പോൾ നമുക്ക് ക്ലിയറായി. ഇനി നമുക്ക് ഇതുപോലെ തന്നെ പിസ്റ്റൺ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കട്ടെ. ഫസ്റ്റ് ടൈം ആയിട്ട് നമുക്ക് കുറച്ചുകൂടി കൊബിൾ സ്റ്റോണിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതൊന്ന് മൈൻ ചെയ്തിട്ട് വരാം. അതങ്ങനെ നമുക്ക് കിട്ടി. ആവശ്യത്തിനുള്ള ഏകദേശമായി. ഇപ്പോൾ ആവശ്യത്തിനുള്ളതുണ്ട്. ഈ കൊബിൾ സ്റ്റോണിൽ വെച്ചാൽ മതി. ഇനി നമുക്ക് വീട്ടിൽ പോവാം. നമുക്ക് കൊബിൾ സ്റ്റോൺ മാത്രം കിട്ടിയിട്ട് കാര്യമില്ല, നമുക്ക് വുഡിൻ്റെ ആവശ്യം കൂടി ഉണ്ട്. നമ്മളെ വുഡ് ഫാർമിൽ കുറച്ചധികം വുഡുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്തുകൊണ്ടിരണം. അപ്പോൾ ആദ്യം നമുക്ക് അത് പോയി കൊണ്ടുവരാം.
പിന്നീട് ഞാൻ ഈ ഫാമിൽ കുറച്ച് നേരം നിന്നിരുന്നത്, ഏകദേശം ഒരു 5-6 മിനിറ്റാണ് നിന്നിരുന്നത്. ഇതിൽ ആവശ്യത്തിന് ഏറെയുള്ള വുഡ് നമുക്ക് പെട്ടെന്ന് കിട്ടും. ഇതിൽ നിന്ന് കുറച്ച് വുഡ് നമുക്ക് എടുക്കാം. ഇനി നമുക്ക് കുറച്ച് അയണിൻ്റെ ആവശ്യമുണ്ട്. നമ്മളെ പെട്ടിക്കകത്ത് കുറച്ച് അയണുണ്ട്, ആവശ്യത്തിനുള്ളതുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് പിസ്റ്റൺ ക്രാഫ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി ആവശ്യത്തിനുള്ള പിസ്റ്റൺ ക്രാഫ്റ്റ് ചെയ്യാം. ഒരു സ്റ്റാക്കും 21 കിട്ടിയിരിക്കണേ, കുറച്ചുകൂടി നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളെ കയ്യിലുള്ള വുഡ് തീർന്നു പോയി. അപ്പോൾ ഇനി കുറച്ചുകൂടി വുഡ് എടുത്തോണ്ടാ. നമുക്ക് വുഡ് ഫാർം ഉണ്ടാകാണ്ട് പേടിക്കാനൊന്നുമില്ല, പെട്ടെന്ന് തന്നെ വുഡ് കിട്ടിക്കോളും. ഇനി നമുക്ക് ബാക്കിയുള്ള പിസ്റ്റൺ ക്രാഫ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ഏകദേശം ഒരു സ്റ്റാക്കോളം നമുക്ക് ആവശ്യമുണ്ട്, അതും കൂടി ഒന്ന് ഒപ്പിക്കണം. പക്ഷേ നമ്മുടെ കയ്യിൽ ഇനി റെഡ് സ്റ്റോൺ ഇല്ല, നമുക്ക് വില്ലേജസിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ പറ്റും. അപ്പോൾ ഒന്ന് ഒപ്പിക്കട്ടെ. നമ്മൾ ഈ വില്ലേജിലേക്ക് വന്നിക്കണേ, ഈ വില്ലേജസിലേക്ക് നമുക്ക് ബ്രൂവിൻ സാൻഡ് കൊടുക്കാം, അവന്മാരുടെ ജോബ് എടുക്കും. അങ്ങനെ നമുക്ക് ഇവന്മാരുടെ കയ്യിൽ നിന്ന് റെഡ് സ്റ്റോൺ വാങ്ങാൻ പറ്റും. അങ്ങനെ നമ്മൾ ബാക്കി പിസ്റ്റൺ കൂടി ക്രാഫ്റ്റ് ചെയ്ത്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ചുകൂടി ഷുഗർ കെയിനാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഫാം ഉണ്ടാക്കുമ്പോൾ അവിടെ നട്ട് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി നമുക്ക് ഷുഗർ കെയിൻ്റെ ആവശ്യമുണ്ട്. ഇത് കുറച്ച് കളക്ട് ചെയ്ത് വെക്കാം നമുക്ക്. അപ്പോൾ ഫാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്രയും ഐറ്റംസാണ് വേണ്ടത്. കുറച്ച് ഗ്ലാസും അതുപോലെ റെഡ് സ്റ്റോൺ നമ്മൾ ഒപ്പിച്ചേക്കണേ, അതും കൂടി ആവശ്യമുണ്ട്. ഇനി ഈ ഏരിയയിലാണ് നമ്മൾ ബിൽഡ് ചെയ്യാൻ പോണത്, ഈ ഭാഗത്ത് ആയിട്ട്. അപ്പോൾ ഈ ഏരിയ ഒന്ന് ക്ലീൻ ആക്കി എടുക്കട്ടെ. ഇതിങ്ങനെ മൈൻ ചെയ്ത് തന്നാൽ നല്ല ടൈം എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ നല്ല ബുദ്ധിമുട്ടാണ്. നമ്മളെ ടൂൾസൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നുള്ളൂ. ഇത് ഏകദേശം ഒരു 8 ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ തൽക്കാലത്തിന് നല്ല രീതിക്ക് ഗൺ പൗഡർ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റോണൊക്കെ മൈൻ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്, പെട്ടെന്ന് പൊട്ടിപ്പോരൊന്നുമില്ല. അപ്പോൾ കുറച്ച് സാൻഡ് ഒപ്പിച്ചതിൻ്റെ ശേഷം നമുക്ക് കുറച്ച് TNT ഒപ്പിക്കാം. TNT ഒപ്പിച്ചാൽ നമുക്ക് പെട്ടെന്ന് അവിടെ ഇട്ട് പൊട്ടിച്ചതിൻ്റെ ശേഷം ബാക്കി വരുന്ന ഏരിയ മാത്രം മൈൻ ചെയ്താൽ മതി. പിന്നെ അടിക്കൊക്കെ നല്ല രീതിക്ക് താഴ്ചയിലാവുകയാണെങ്കിൽ ആ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതങ്ങനെ നമുക്ക് വേണ്ടത്ര സാൻഡ് കിട്ടി. നമുക്ക് ആവശ്യത്തിനുള്ള സാൻഡ് ഇപ്പോൾ തന്നെ കിട്ടിയിരിക്കണേ. ഇനി നമുക്ക് നമ്മളെ ഫാർമിംഗ് ഐലൻഡിലേക്ക് തന്നെ പോവാം. ഇനി ഇതിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഗൺ പൗഡർ എടുക്കാം. ഈ പെട്ടിയിൽ കുറച്ചധികം തന്നെ ഗൺ പൗഡർ ഉണ്ട്, ഇതൊക്കെ നമുക്ക് എടുക്കാം. പിന്നെ ഈ പെട്ടിയത്ത് എടുക്കാം. ഈ പെട്ടിയത്ത് ഇതിൽ തന്നെ ഇരുന്നോട്ടെ, നമുക്ക് ആവശ്യം വരും റോക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കിട്ടിയത് വെച്ചിട്ട് നമുക്ക് TNT ഉണ്ടാക്കാം. നമുക്ക് 57 TNT കിട്ടിയിരിക്കണേ, ഇതന്നെ നമുക്ക് മതിയാവും. ഇനി നമുക്ക് ഈ ഭാഗത്തൊക്കെ TNT വെച്ച് കൊടുക്കാം. നമുക്ക് ഇങ്ങനെ ഓരോന്ന് വിട്ടിട്ട് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ശേഷം ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇവിടെ ഒരു പ്രഷർ പ്ലേറ്റ് ഉണ്ട്, ഇവിടെ TNT വെച്ചുകൊണ്ട് നമുക്കിത് പൊട്ടിക്കാം. ഇതുപോലെ നമുക്ക് ഏരിയ ക്ലീൻ ആക്കി എടുക്കണം. TNT വെച്ച് പൊട്ടിച്ചാൽ നല്ല രീതിക്ക് നമുക്ക് ഏരിയ കിട്ടൂല, അത് നമുക്ക് റെഡിയാക്കി എടുക്കണം. എന്നാലും പെട്ടെന്ന് മൈനായി കിട്ടും. ഇനി ഇതൊക്കെ ഒന്ന് നമ്മളെ ബോ വെച്ചിട്ടൊന്ന് കത്തിച്ചു കൊടുക്കാം. പിന്നെ ബാക്കി വരുന്ന നമ്മളെ വുഡും കാര്യങ്ങളൊക്കെ ഒന്ന് കത്തിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ നമ്മൾ മാനുവലായിട്ട് പൊട്ടിച്ചു കൊടുത്താൽ തന്നെ മതി. ഇപ്പോൾ നമുക്ക് ഇത്രയും ഏരിയ ക്ലീൻ ആക്കി കിട്ടിയിന്, ക്ലീൻ അല്ല TNT വെച്ചിട്ട്. ഇനി ബാക്കി വരുന്ന സ്റ്റോണും കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ പൊട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ കുറച്ച് ഏരിയ ക്ലീൻ ആയി കിട്ടി. ഇനി നമുക്ക് ഫാർമിൻ്റെ പണി തുടങ്ങാം. ഈ ഭാഗത്തായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ 8 ബ്ലോക്ക് വെക്കണം ഇതുപോലെ. പിന്നെ അതിൻ്റെ ശേഷം പിസ്റ്റൺ വെക്കണം അതിൻ്റെ മേലെ, അതുപോലെ ഒബ്സർവർ അതിൻ്റെ മേലെ വെക്കണം. ഫസ്റ്റ് ടൈമായിട്ട് നമ്മൾ ഈ പിസ്റ്റൺ ഇതിൻ്റെ മേലെ നിരത്തി വെക്കണം. ഇതുപോലെ 8 ബ്ലോക്ക് തന്നെ വെക്കണം. ഇനി അടുത്തത് ഇതിൻ്റെ മേലേക്കൊന്ന് കയറിയതിൻ്റെ ശേഷം പിസ്റ്റൻ്റെ മേലായിട്ട് നമുക്ക് ഇതുപോലെ ഒബ്സർവർ വെക്കണം. അപ്പുറ സൈഡിലേക്ക് നോക്കി നിൽക്കുന്ന രീതിയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ബാക്ക് സൈഡിൽ നിന്നാണ് വെച്ച് കൊടുക്കേണ്ടത്, ഇതുപോലെ അങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ താഴെ ഭാഗത്തു നിന്ന് കുറച്ച് ബ്ലോക്ക് മാറ്റണം. ഈ ഭാഗത്തായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ താഴെ ഭാഗത്ത് ഫുള്ള് വെള്ളം ഒഴിച്ച് കൊടുത്തേക്കണ്. ഇതിന് മേലെയാണ് നമുക്ക് ഡേർട്ട് വെക്കാനുള്ളത്. ഈ സൈഡിലായിട്ട് ഡേർട്ട് വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലെ തന്നെ നമുക്ക് ഷുഗർ കെയിൻ നടാനുള്ളത്. കുറച്ച് ഷുഗർ കെയിൻ എടുത്തുകൊണ്ടിരണം. ഇനി നമുക്ക് ഷുഗർ കെയിൻ ഇതുപോലെ ഇവിടെ നട്ട് വെക്കാം. ഇനി ഒരു ബ്ലോക്കും കൂടി മുന്നേക്ക് നമുക്ക് ഉണ്ടാക്കണം, ഒരു വാട്ടർ ഒഴുകുന്ന സിസ്റ്റം. എന്നാലാണ് നമ്മൾ കളക്റ്റിംഗ് ഏരിയയാണ് ഉണ്ടാക്കാൻ പോണത്. ഇതിലും അങ്ങനെ നമ്മൾ ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ചു കൊടുത്തത്. ഇനി എല്ലാം ഈ ഭാഗത്ത് വന്ന് നിൽക്കും. ഇവിടെ നമുക്ക് ഒരു ഓപ്പർ വെച്ച് പിക്ക് ചെയ്താൽ മതി. ഇത് വർക്കിംഗ് വെച്ചാൽ ഇങ്ങനെ 3 ബ്ലോക്ക് വലുതാകുമ്പോൾ ഇതിൻ്റെ ബാക്കിൽ ആദ്യം നമുക്ക് റെഡ് സ്റ്റോൺ വെക്കണം, എന്നാലേ വർക്കിംഗ് ആവുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പിസ്റ്റൻ്റെ മേലെ, പിസ്റ്റൻ്റെ അടുത്തായിട്ടാണ് നമ്മൾ സ്റ്റോൺ വെക്കേണ്ടത്. ഇതുപോലെ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ മേൽ കയറിയതിൻ്റെ ശേഷം നമുക്ക് റെഡ് സ്റ്റോൺ വെച്ച് കൊടുക്കണം, ഇതുപോലെ വെച്ച് കൊടുക്കണം. ഇനി ഇത് വർക്കിംഗ് ആവും.
ഇതുപോലെ 3 ബ്ലോക്ക് വലുതാവുമ്പോൾ ഈ പിസ്റ്റൺ ഇത് അടിച്ചിടും. നേരെ ഈ വെള്ളത്തേക്ക് വന്ന് നിൽക്കും. കുറച്ചൊക്കെ അവിടെ തന്നെ നിൽക്കും, എന്നാലും വെള്ളത്തേക്കാണ് അധികം വരിക. എന്നിട്ട് ഇവിടെ വന്ന് നിൽക്കും. അങ്ങനെ ഹോപ്പർ വഴി നമ്മൾ പിക്ക് ചെയ്യും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു 5-8 ബ്ലോക്ക് മേൽക്ക് ഇങ്ങനെ ഉണ്ടാക്കി വെക്കണം. 5 ബ്ലോക്ക് മതി. അങ്ങനെ 2 സൈഡും ചെയ്യണം. മേലെ ഭാഗത്ത് കറക്റ്റിന് വെള്ളം നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റെയറാണ് വെക്കുന്നത്. ഇതിലാണെങ്കിൽ വെള്ളം ഒഴുകി പോകില്ല. പിന്നെ ഒരു ബ്ലോക്കിൽ നമ്മൾക്ക് വെള്ളവും അതുപോലെ പിടിച്ച് നിർത്താൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റെയർ വെക്കുന്നത്. ഇനി ആ സ്റ്റെയറിൽ മൊത്തത്തിൽ നമുക്ക് വെള്ളം ഒഴിച്ച് വെക്കണം. അതങ്ങനെ സെറ്റായി. ഇനി ഇതിൻ്റെ മേൽക്ക് നമുക്ക് ബ്ലോക്ക് വെക്കാം. ഇനി സെയിം തന്നെയാണ്, താഴത്ത് വെച്ച പോലെ തന്നെ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ ബാക്കി ഞാൻ ചെയ്യണത് ടൈം ലാപ്സ് വെക്കാം. അങ്ങനെ നമ്മളെ ഫാമിൻ്റെ പണി കഴിഞ്ഞ് കുറച്ച് ഗ്ലാസും കൂടി ഇവിടെ വെക്കാണ്ട്. അതൊന്ന് പെട്ടെന്ന് വെക്കട്ടെ. നമുക്ക് ഈ വാട്ടർ ബക്കറ്റ് വെച്ചിട്ട് മേലേക്ക് കയറാം. എന്നിട്ട് ഈ ഗ്ലാസ്സൊക്കെ ഒന്ന് വെക്കാം. ഒരു 3 ഗ്ലാസ് വിട്ടുപോയിട്ടുണ്ട്. അതങ്ങനെ നമ്മൾ ക്ലിയർ ചെയ്തെടുത്തേക്കണേ. നമ്മൾ ഫാം ആദ്യം ഒന്നേ വിചാരിച്ചിട്ടുള്ളതെന്ന്, ഇതിപ്പോൾ 2 അങ്ങനെ ചെയ്ത്. 2 വെച്ചാൽ ബാക്കിലും മുന്നിലും ഇങ്ങനെ ചെയ്തിരിക്കണേ. ബാക്കിലും മുന്നിലും ഇങ്ങനെ 2 വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. പെട്ടെന്ന് തന്നെ ഷുഗർ കെ നമുക്ക് കൂടുതൽ കിട്ടിക്കോളും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഈ ഭാഗത്ത് നമുക്ക് ഹോപ്പർ കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ച് കൊടുക്കണം. ഇവിടുന്ന് 2 ബ്ലോക്ക് ഒന്ന് താഴ്ചയിൽ കുഴിച്ചതിൻ്റെ ശേഷം നമുക്ക് നേരെ ഈ സൈഡിലേക്ക് ആക്കിയാണ്ട് വെച്ച് കൊടുക്കുക. ഇവിടെ ആയിട്ടാണ് വരുന്നത്. നമുക്കിന്ന് മേലേക്ക് കയറിയതിൻ്റെ ശേഷം ഹോപ്പറും കാര്യങ്ങളും ഒക്കെ ഒന്ന് വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഈ ഭാഗത്തായിട്ട് ചെസ്റ്റ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് നമുക്ക് ഹോപ്പർ കണക്ട് ചെയ്ത് കൊടുക്കാം. ഏകദേശം ചെസ്റ്റ് മേലായിപ്പോയി. ഒരു ബ്ലോക്ക് കൂടി ചെസ്റ്റ് താഴത്തേക്ക് വെക്കണം, എന്നാലേ കറക്റ്റിന് കിട്ടുള്ളൂ. അപ്പോൾ തൽക്കാലത്തിന് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. കണക്ട് ചെയ്തിരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഒന്ന് താഴത്ത് പ്ലേസായി. ഇനി ഒരു ബ്ലോക്കും കൂടി ഉണ്ട്, നമുക്ക് മേലേക്ക് കയറിയതിൻ്റെ ശേഷം വെച്ച് കൊടുക്കാം. ഇനി ഈ ബ്ലോക്ക് ഒന്ന് പൊട്ടിച്ചതിൻ്റെ ശേഷം ഈ ഓപ്പറിനെ കറക്റ്റാക്കിയാണ്ട് ഒന്നുകൂടി വെച്ച് കൊടുത്താൽ അത് ക്ലിയറായി. ഇനി ഇതുപോലെ നമുക്കൊന്ന് ഇത് കവർ ചെയ്ത് വെക്കാം. ഇനി ഈ ചെസ്റ്റിൻ്റെ സൈഡൊന്ന് സെറ്റാക്കി എടുക്കണം. ഈ ചെസ്റ്റ് ഒന്ന് ആദ്യം പൊട്ടിച്ചെടുക്കണം നമുക്ക്. എന്നിട്ട് ഒരു ബ്ലോക്ക് കൂടി താഴത്തേക്ക് വെക്കണം, നല്ല കറക്റ്റ് നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഓപ്പറും പൊട്ടിക്കണം. നമ്മളങ്ങനെ ഈ ഓപ്പറിന് കറക്റ്റാക്കിയാണ്ട് ചെസ്റ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും കൂടി നമുക്ക് ഒപ്പം പ്ലേസ് ചെയ്യാം ഇതുപോലെ. ഇനി എല്ലാ ഐറ്റംസും ഇതിൽ വന്നിരിക്കും. ഈ ഏരിയ ഒക്കെ ഒന്ന് നമുക്ക് ക്ലിയർ ആക്കി എടുക്കണം. അത് പിന്നെ ക്ലിയർ ആക്കാം. നമ്മൾ ഐറ്റംസൊക്കെ ഇനി ഇതിൽ വന്നിരിക്കും. അപ്പോൾ നമ്മളെ ഫാം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളെ ഫാം ഇപ്പോൾ വർക്കിംഗ് ആണ്. കുറച്ച് ഷുഗർ കെയിൻ ഇപ്പോൾ വന്ന് അത് നമുക്ക് പെട്ടിയിൽ പോയി നോക്കി കഴിഞ്ഞാൽ അതിൽ ഇരിക്കുന്നുണ്ടാവും കറക്റ്റിന്. അതിൽ 7 ഇപ്പോൾ വന്നിട്ടുണ്ട്. അതുപോലെ ഇനി അപ്പുറത്തെ സൈഡിലും പൊട്ടി വീണാൽ അയക്കന്നെ വന്നിരിക്കും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കിട്ടേണ്ടതാണ്. കുറച്ച് നേരം അവിടെ നിന്ന് നോക്കട്ടെ. നമുക്ക് അവിടെ നിൽക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഈ വുഡ് കുറച്ച് കളക്ട് ചെയ്യാം. ചെറിയ വുഡ് നമുക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് കുറച്ച് സാപ്ലിങ് ഒപ്പിക്കട്ടെ.
ഇത് നല്ല വുഡാണ്, കാണാനൊക്കെ ബിൽഡൊക്കെ ചെയ്യുമ്പോൾ നല്ല രീതിക്ക് ഭംഗിയാണ് കാണാൻ. പിന്നെ ഇതിൻ്റെ ലിപ്സിൽ നിന്ന് ഈ പാർട്ടിക്കിൾ ഇങ്ങനെ വരുന്നത് കാണാനും നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ഫാർം ചെയ്യാം. ഇപ്പോൾ ഈ പെട്ടിയിൽ ഏകദേശം 36 വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ആവുന്നുണ്ട് ഐറ്റംസ്. നമുക്ക് കുറച്ച് ബോൺ എടുക്കാം. നമുക്ക് ബോൺ വീൽ ആവശ്യമുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് കുറച്ചധികം തന്നെ ബോൺ കിട്ടിയിരിക്കണേ. ഇനി ഇത് ബോൺ വീലാക്കുമ്പോൾ ഇതിൻ്റെ കാട്ടിന് ഇരട്ടി ഉണ്ടാവും. എന്നിട്ട് നമുക്ക് ബോൺ വീലാക്കിയതിൻ്റെ ശേഷം ഈ പെട്ടിയിൽ കൊടുന്ന് വെക്കണം എല്ലാതും. അതങ്ങനെ നമുക്ക് കിട്ടി. ഇനി ഇതൊക്കെ നമുക്ക് ഈ പെട്ടിയിലൊന്ന് നിറച്ച് വെക്കണം. അതങ്ങനെ ക്ലിയറായി. നമ്മൾ ആക്സസ് അതിൽ പെട്ട് അതൊന്ന് എടുത്തേക്കണേ. ഇനി ഇതൊന്ന് ഓണാക്കി വെക്കണം. അതുപോലെ തന്നെ നമ്മളെ ഇൻവെൻട്രിയിൽ ഫുള്ള് ബ്ലോക്ക് വെക്കണം. എല്ലാ സ്ലോട്ടിലും എല്ലാ ബ്ലോക്ക് വെച്ചിട്ട് എന്തെങ്കിലും ബ്ലോക്ക് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. പിന്നെ നമ്മളെ വുഡിൻ്റെ സാപ്ലിങ് നമ്മളെ കയ്യിലും വെക്കണം. ഒരു ബ്ലോക്ക് മാത്രം നമ്മൾ വെറുതെ വിടണം. അവിടെയാണ് നമുക്ക് ബോൺ മീൽ വന്ന് നിൽക്കുക. നമ്മൾ ഈ ട്രാപ്പ് ഡോർ തുറന്നാൽ ബോൺ മീൽ നമ്മളെ കൈക്കൊക്കെ വന്നുകൊണ്ടേ ഇരിക്കും. ഇതുപോലെ നമ്മളെ കയ്യിൽ നിറഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. ഫസ്റ്റ് ടൈം വന്നിട്ട് നമ്മൾ ഈ ഫാർം ഒന്ന് ഓണാക്കി വെക്കണം. അപ്പോൾ TNT ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. ഇനി കറക്റ്റിന് ഈ ട്രാപ്പ് ഡോറിൻ്റെ ഇവിടെ വന്ന് നിൽക്കണം. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്ത് വെക്കുക. ഇനി കറക്റ്റിന് ഇതിൻ്റെ ഈ പോയിൻ്റൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കണം. സൂം ചെയ്തുകൊണ്ട് നോക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ബ്ലോക്ക് വെക്കുക, അതുപോലെ ബോൺ മീൽ ചെയ്യുക. ഇത് പെട്ടെന്ന് തന്നെ ആയിക്കോളും. നമ്മളെ കയ്യിൽ പെട്ടെന്ന് ഐറ്റംസ് എന്ന് പറയും. പിന്നെ നമ്മളെ കയ്യിലത്തെ സാപ്ലിങ് കുറയില്ല. ഇത് പെട്ടെന്ന് നിറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. ഇനി നമുക്ക് F3+T നോക്കിയാൽ ഇത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ആയിക്കൊണ്ട് നിന്നോളും. നമ്മൾ മൗസുമ്പോൾ നമുക്ക് കൈ എടുക്കാം, പക്ഷേ മൗസ് നീക്കരുത്. കറക്റ്റിന് അവിടെ തന്നെ പിടിച്ചാണ്ട് F3+T നിൽക്കണം. എന്നാൽ കറക്റ്റിന് ഇങ്ങനെ കിട്ടും. വേറെ നമ്മളൊന്നും ചെയ്യണ്ട. അതങ്ങനെ നൈറ്റ് ആയി തുടങ്ങി. നമുക്ക് ഇനി ഫാം ഓഫാക്കാം. ബാക്കിൽ നല്ല ക്രീപ്പർ വന്ന് പൊട്ടി തെറിക്കും. നമ്മൾ ഉണ്ടാക്കി വെക്കാം, പിന്നെയും പോവും. ഇപ്പോൾ തന്നെ നമുക്ക് ഏകദേശം നല്ല രീതിക്ക് വുഡ് കിട്ടിയിട്ടുണ്ടാവും. ഇനി ഒന്ന് നമുക്ക് പെട്ടെന്ന് ഉറങ്ങി നീച്ചിട്ട് വരാം. എന്നിട്ട് നമുക്ക് നോക്കാം. ഇനി നമുക്ക് നമ്മളെ ചെസ്റ്റൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ തന്നെ ഇതിൽ ഇത്രയും വുഡായി. ഇത് കുറച്ച് നേരം കൊണ്ടാണ് ഇത്രയും തോനെ കിട്ടിയത്. അതുപോലെ അപ്പുറത്തെ ചെസ്റ്റിലും വന്നിട്ടുണ്ടാവും. ഒന്ന് നോക്കട്ടെ. ഇതിലും ഇത്ര വുഡ് നമുക്ക് വന്ന്, ഈ ചെസ്റ്റിലും കുറച്ച് വന്നിക്കണേ. ഈ ചെസ്റ്റിൽ 30 ഉണ്ട്. ഇതെല്ലാം നമുക്കൊരു ചെസ്റ്റിക്ക് ആക്കാം. അപ്പോൾ എത്ര ഉണ്ടാവും ഒന്ന് നോക്കട്ടെ. ഇപ്പോൾ തന്നെ നമ്മളെ ഇൻവെൻട്രി ഫുള്ളായി. ഇനി ഇതിൽ കുറച്ചും കൂടി ഉണ്ട്. ഇത്രയും നമുക്ക് വുഡ് കിട്ടി. കുറച്ച് ടൈം നിന്നിട്ടുള്ളൂ. ഇതിന് വലിയ വുഡാവും. ഇത് ബാക്കിയുള്ളൊക്കെ നമ്മൾ തന്നെ പൊട്ടിച്ച് മാറ്റണം തോന്നുന്നത്. ഇത് താനെ പോവില്ല. നമ്മൾ വുഡ് ഉണ്ടായതുകൊണ്ട് അവിടെ തന്നെ നിൽക്കും. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി നമുക്ക് നമ്മളെ ഷുഗർക്കേൻ എത്ര വന്ന് നോക്കാം. ഒരു സ്റ്റാക്ക് 22 വന്ന്, കുഴപ്പമില്ല, നല്ല രീതിക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.